ഓക്കെ, നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമിക്സിൻ്റെ നമുക്ക് നോക്കാം. യു മൈറ്റ് ആസ്ക് ഇഫ് ഡെവലപ്മെൻറ്റ് ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 8 ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എടുത്തോളൂ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ അതായത് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. യു മൈറ്റ് ആസ്ക് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണെങ്കിൽ ചില രാജ്യങ്ങളെ ഡെവലപ്ഡ് കൺട്രീസ് എന്നും മറ്റ് ചില രാജ്യങ്ങളെ അണ്ടർ ഡെവലപ്ഡ് എന്നും അല്ലാത്തതിനൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുമൊക്കെ വിളിക്കുന്നു. ബിഫോർ വി കം നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചിന്തിക്കാം. വെൻ വി കമ്പയർ ഡിഫറെൻറ്റ് തിങ്സ്, നമ്മളെങ്ങനെയാണ് അല്ലെങ്കിൽ നാം എന്തെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ അവയ്ക്ക് സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചു കൊണ്ടാണ് താരതമ്യം ചെയ്യുക? ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അല്ലേ, നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളെ തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എവിടെയാണ്? ലെറ്റ് us ലുക്ക് അറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഹൗ ടു വി കമ്പയർ ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്, നമ്മളെങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യും? എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരു കുട്ടി ഉയരമുള്ളവനാണ്, മറ്റൊരു കുട്ടിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലേ, ഹൈറ്റ്, ഹെൽത്ത്. സ്റ്റുഡൻറ്റ് മേ നോട്ട് ബി ദ മോസ്റ്റ് സ്റ്റുഡിയസ് വൺ, ആരാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്, ഒരാളുടെ ഇൻട്രസ്റ്റ്, മറ്റൊരാൾക്ക് ടാലൻറ്റ്, ഇങ്ങനെ എല്ലാം എന്താണ് വ്യത്യസ്തമാണ്. ഏറ്റവും ഹെൽത്തി ആയ കുട്ടി ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടി ആയിരിക്കണമെന്നില്ല. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ കുട്ടി ആയിരിക്കില്ല ക്ലാസ്സിലെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടി. ചിലപ്പോൾ ആവാട്ടോ, എന്നാൽ ചിലപ്പോൾ ചില സമയത്ത് ആയിരുന്നും വരില്ല. അപ്പോൾ കുട്ടികളെ താരതമ്യം ചെയ്യാനായിട്ട് നമ്മൾ എന്തു ചെയ്യും? നമ്മൾ കമ്പയർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട്, ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ കുട്ടികളുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് താരതമ്യം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും? ചില ക്രൈറ്റീരിയകൾ തിരഞ്ഞെടുക്കും. എന്തു ചെയ്യും? ചില ക്രൈറ്റീരിയകൾ നമ്മൾ തിരഞ്ഞെടുക്കും. We use different criterion to choose a sports team, a debate team, a music team. അല്ലേ? സ്പോർട്സ് ടീം ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും? സ്ട്രെങ്ത്ത്, ഫിറ്റ്നസ്. ഡിബേറ്റ് ടീം ആണെങ്കിലോ സ്പീക്കിംഗ് സ്കിൽസ് ആയിരിക്കും നമ്മളവിടെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഒരു മ്യൂസിക് ടീം ആണെങ്കിലോ ടാലൻറ്റ്, നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടോ? ഇങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിനും ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ഇഫ് ഫോർ സം പർപ്പസ്, ഇപ്പോഴും എന്താണ്? സ്റ്റിൽ ഫോർ സം പർപ്പസ് വി ഹാവ് ടു ചൂസ് ദ ക്രൈറ്റീരിയൻ ഫോർ ദി ഓൾ റൗണ്ട് പ്രോഗ്രസ് ഓഫ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ഹൗ ഷാൾ വി ഡു ഇറ്റ്? അതായത് എല്ലാ കുട്ടികളുടെയും ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിനെ വിലയിരുത്താൻ ഒരൊറ്റ ക്രൈറ്റീരിയൻ മതിയോ? പറ്റല്ലോ, പോരല്ലോ. ഇവിടെയാണ് ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നത്. സാധാരണയായി നാം വൺ മോർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? താരതമ്യം ചെയ്യുന്നത്. യൂഷ്വലി വി ടേക്ക് വൺ മോർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സൺസ് ആൻഡ് കമ്പയർ ദം ബേസ്ഡ് ഓൺ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഓഫ് കോഴ്സ് ദർ ക്യാൻ ബി differences about what are important characteristics that should form the basis of comparison, friendness and spirit of cooperation, creativity or marks acquired. ഓക്കെ, ഇതേ രീതിയാണ് എന്ത് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും പ്രയോഗിക്കുന്നത്. രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇൻകം എന്നതൊരു പ്രധാന ആട്രിബ്യൂട്ടായിട്ട് കണക്കാക്കുന്നു. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഈസ് ട്രൂ ഡെവലപ്മെൻറ്റ് ടു for comparing countries, their income is considered to be the one of the most important attribute. ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എഴുതി വെച്ചോളൂ. ദാറ്റ് ഈസ് എന്താണ്? ഇൻകം ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട് ഈസ് ഇൻകം. Countries with higher income are more developed than others with less income. Note the point. എഴുതി വെച്ചോളൂ. എന്താണത്? കൺട്രീസ് വിത്ത് ഹയർ ഇൻകം, കൂടുതൽ ഇൻകം ഉള്ള രാജ്യങ്ങൾ ഡെവലപ്ഡ് ആണ് ദാൻ അതേഴ്സ് വിത്ത് ലെസ് ഇൻകം. കൂടുതൽ ഇൻകം ഉള്ള രാജ്യങ്ങൾ കുറഞ്ഞ ഇൻകം ഉള്ളവയേക്കാൾ മോർ ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്കാക്കുന്നു. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മോർ ഇൻകം മീൻസ് മോർ ഓഫ്
ഓൾ തിങ്സ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് നീഡ്. കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണം, വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാം ലഭിക്കുമെന്ന ധാരണയിലാണിത്. ഓക്കെ, സോ ഗ്രേറ്റർ ഇൻകം ഇറ്റ് സെൽഫ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഇമ്പോർട്ടൻറ്റ് ഗോൾ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്? ഗ്രേറ്റർ ഇൻകം. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തോളൂ. ഗ്രേറ്റർ ഇൻകം എന്താണ്? ഈസ് greater income itself is considered to be one important goal. അതുകൊണ്ട് ഹയർ ഇൻകം ഒരു പ്രധാന ഡെവലപ്മെൻറ്റ് ഗോളായിട്ട് കണക്കാക്കുന്നു. നൗ വാട്ട് ഈസ് ദ ഇൻകം ഓഫ് എ കൺട്രി? ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് എന്താണല്ലേ? നൗ വാട്ട് ഈസ് ദ ഇൻകം ഓഫ് എ കൺട്രി എന്നാണ് ചോദിക്കുന്നത്. നൗ നോക്കിക്കോളൂ, മറ്റേത് നമ്മൾ പറഞ്ഞു, അത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഒരു രാജ്യത്തിന് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ദ ഇൻകം ഓഫ് ദ കൺട്രി ഈസ് ദി ഇൻകം ഓഫ് ഓൾ ദ റെസിഡൻസ് ഓഫ് ദി കൺട്രി. വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്ന് ചോദിക്കും. എന്താണ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഓഫ് ഓൾ ദ റെസിഡൻസ് ഓഫ് ദ കൺട്രി. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഓൾ ദ റെസിഡൻസ് ഓഫ് ദി കൺട്രിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നല്ലൊരു ഡെഫിനീഷൻ ഉണ്ട്, നിങ്ങളത് പഠിച്ചു വയ്ക്കുക. നാഷണൽ ഇൻകം നമുക്കതിനെ ഷോർട്ട് ഫോമിൽ എന്തെന്ന് വിളിക്കാം? NI എന്ന് വിളിക്കാം. നാഷണൽ ഇൻകം എന്നാൽ അതിൻ്റെ ഷോർട്ട് ഫോം NI ആണ്. നിങ്ങൾ എഴുതിക്കോളൂ. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി വിതിൻ എ സ്പെസിഫിക് പീരീഡ് ഓർ ഡ്യൂറിങ് ആൻ ഇക്കണോമിക് ഇയർ. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക ആണ്. ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതും എഴുതാം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകം ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് ആൻ ഇക്കണോമിക് ഇയർ ഓർ നമുക്ക് എന്തെന്ന് പറയാം? ഓർ വിതിൻ എ സ്പെസിഫിക് പീരീഡ് എന്ന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ക്ലിയർ ആണല്ലോ? രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ഇൻകം ചേർത്തതാണ് എന്ത്? ടോട്ടൽ ഇൻകം ഓഫ് ദി കൺട്രി. അതിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടെ വിളിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ദി പെർ കാപിറ്റ ഇൻകം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണിത്. പെർ കാപിറ്റ ഇൻകം, പെർ പേഴ്സണൽ നാഷണൽ ഇൻകം. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നുണ്ട് കേട്ടോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളതൊക്കെ നോക്കി വെക്കണം. എങ്ങനെയാണ് പെർ കാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ? പെർ കാപിറ്റ ഇൻകം ഇസ് അല്ലെങ്കിൽ ഇപ്പോൾ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. പക്ഷേ രാജ്യങ്ങളെ താരതമ്യം ചെയ്യുക. ഹൗവർ ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ കൺട്രീസ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, കൺട്രീസ് എന്താണ്? ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ കൺട്രീസ് ടോട്ടൽ ഇൻകം ഈസ് നോട്ട് സച്ച് എ യൂസ്ഫുൾ മെഷർ. പക്ഷേ രാജ്യങ്ങളുടെ താരതമ്യം ചെയ്യാൻ ടോട്ടൽ ഇൻകം അത്ര ഫ്രൂട്ട്ഫുൾ അല്ല, അല്ലെങ്കിൽ അത്ര പ്രയോജനകരമല്ല. സിൻസ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ, കാരണം ഓരോ രാജ്യത്തിനും പോപ്പുലേഷൻ വ്യത്യസ്തമാണ്. അതിനാൽ നാം ആവറേജ് ഇൻകമാണ് താരതമ്യം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ ഇൻകം അല്ല, പകരം എന്താണ്? ആവറേജ്. ഒരു രാജ്യത്തിന് ആവറേജ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പോർഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപ്പോർഷൻ അല്ലേ, വിച്ച് ഈസ് ദി ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ പോപ്പുലേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ നോക്കി വെച്ച് പഠിക്കാൻ നോട്ട് ബീൻ. ഓക്കെ, അപ്പോൾ ആവറേജ് ഇൻകം എന്താണ്? ആവറേജ് ഇൻകം എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർ കാപിറ്റ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളിതിവിടെ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ആവറേജ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഇൻകം ഈസ് ഈക്വൽ ടു, ആവറേജ് ഇൻകം എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? ആവറേജ് ഇൻകം ഈസ് ഈക്വൽ ടു പെർ കാപിറ്റ ഇൻകം, ദാറ്റ് ഈസ് PCI. ഇനി പെർ കാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? PCI ഈസ് ഈക്വൽ ടു, പെർ കാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇൻകത്തിനെ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, നമ്പർ ഓഫ് പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ടോട്ടൽ പോപ്പുലേഷൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഇൻകം എന്ന് പറയുന്നത് പെർ കാപിറ്റ ഇൻകം ആണ്. പെർ കാപിറ്റ ഇൻകം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. എന്താണ് ഡിവൈഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ പോപ്പുലേഷൻ.
ഓക്കെ, ഇനി 2006 ഒരു ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ ദ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റാണ്, പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് സെയിം ലൈക്ക് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ത് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിസോഴ്സ് HDIയുടെ നേതൃത്വത്തിൽ വരുന്നതാണ് HDR എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2006 ദിസ് ക്രൈറ്റീരിയൻ ഈസ് യൂസ്ഡ് ഇൻ ക്ലാസിഫൈങ് കൺട്രീസ്. വേൾഡ് ബാങ്ക് പുറത്തിറക്കിയ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2006 രാജ്യങ്ങളെ വർഗീകരിക്കാനായിട്ട് പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ചു. ഇന്ത്യ കംസ് ഇൻ ദ കാറ്റഗറി ഓഫ് ലോ ഇൻകം കൺട്രീസ്. 2004 ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവായതിനാൽ ഇന്ത്യ ഒരു ലോ ഇൻകം കൺട്രി ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ദ റിച്ച് കൺട്രീസ് ആർ ജനറലി കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ്. കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യങ്ങളെ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ നോക്കി പോകേണ്ടത് വാട്ട് ഈസ് പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം ഇസ് ദി ആവറേജ് ഇൻകം ഓഫ് എ കൺട്രി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ എന്ന ആൻസർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. വൈ ഈസ് ആവറേജ് ഇൻകം യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ടോട്ടൽ ഇൻകം ടു കമ്പയർ കൺട്രീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുൻപ്. വൈ ഈസ് ആവറേജ് ഇൻകം യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി ടോട്ടൽ ഇൻകം ടു കമ്പയർ കൺട്രീസ്? 3 പോയിന്റുകൾ എഴുതാം. Countries have different population. Total income does not show income distribution. Average income gives a better idea of living standard. Okay, how does World Bank classify countries? എങ്ങനെയാണ് വേൾഡ് ബാങ്ക് രാജ്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്? വേൾഡ് ബാങ്ക് ക്ലാസിഫൈസ് കൺട്രീസ് ഓൺ ദി ബേസിസ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം. എങ്ങനെയാണ് 3 ലോ ഇൻകം, മിഡിൽ ഇൻകം, ഹൈ ഇൻകം കൺട്രീസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൊട്ടേഷനാണ്. ഇൻകം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ഓഫ് ഡെവലപ്മെൻറ്റ്. എക്സ്പ്ലെയിൻ. ഇൻകം ഈസ് എ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ. നമ്മളിവിടെ പഠിച്ചിരുന്നു, നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോകണമെന്ന്. ഇൻകം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ഓഫ് ഡെവലപ്മെൻറ്റ്. എക്സ്പ്ലെയിൻ എന്ന്. എന്തുകൊണ്ടാണ്? ഇൻകം ഹെൽപ്സ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹയർ ഇൻകം ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. യൂസ് ടു കമ്പയർ countries basis for World Bank classification, but income alone is not sufficient. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഭാഗത്തു നിന്നും നിർബന്ധമായിട്ടും പഠിക്കണം. 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. വൈ ഈസ് ഇന്ത്യ കൺസിഡേർഡ് എ ലോ ഇൻകം കൺട്രി ബൈ വേൾഡ് ബാങ്ക് എന്ന്. അത് മുന്നത്തെ ആണ്, എങ്കിലും നിങ്ങൾ നോക്കി വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ആവറേജ് ഇൻകത്തെക്കുറിച്ചാണ് അല്ലേ? ആവറേജ് ഇൻകം. വൈൽ ആവറേജ് ഇൻകം യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ ദേ ഓൾസോ ഹൈഡ് ഡിസ്പാരിറ്റീസ്. അതായത് ആവറേജ് ഇൻകം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ ആവറേജ് ഇൻകം ചിലപ്പോൾ എന്ത് ചെയ്യും? ഡിസ്പാരിറ്റീസിനെ മറച്ചു വയ്ക്കും. എന്ത് ഡിസ്പാരിറ്റീസ് ആണ്? ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ 2 countries A ആൻഡ് B. നമ്മളിവിടെ 2 കൺട്രീസിന് എടുക്കുകയാണ്. കൺട്രി എയും കൺട്രി ബിയും എന്ന 2 രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ സൗകര്യത്തിനായിട്ട് ഈ 2 രാജ്യങ്ങളും 5 സിറ്റിസൺ മാത്രമുണ്ടെന്ന് നമ്മൾ കരുതുക. ആകെ 5 സിറ്റിസൺസേ ഉള്ളൂ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. ബേസ്ഡ് ഓൺ ഡാറ്റ ഗിവൺ ടേബിൾ 1 ടു കാൽക്കുലേറ്റ് ദി ആവറേജ് ഇൻകം ഫോർ ബോത്ത് ദ കൺട്രീസ്. ഓക്കെ, ടേബിളിൽ നൽകിയിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് 2 രാജ്യങ്ങളുടെ ആവറേജ് ഇൻകം കണ്ടുപിടിക്കുക. ആവറേജ് ഇൻകം എങ്ങനെയാണ്? ആവറേജ് ഇൻകം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു അത്? ആവറേജ് ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അല്ലേ? അതല്ലേ ആവറേജ് ഇൻകം. ആവറേജ് ഇൻകം എങ്ങനെയായിരുന്നു? വിച്ച് ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി. ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി ഡിവൈഡ് ബൈ പോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം, കൺട്രി ആയിട്ട് ടോട്ടൽ ഇൻകം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 9500 പ്ലസ് 10500 പ്ലസ് 9800 പ്ലസ് 10,000 10200. അത് കൂട്ടുന്നു. നമ്പർ ഓഫ് പോപ്പുലേഷൻ എത്രയാണ്? 5 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവറേജ് ഇൻകം കിട്ടുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എത്രയാണ് നമ്മുടെ ആവറേജ് ഇൻകം വരുന്നത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ആദ്യത്തെ രാജ്യത്തിൻ്റെത്. കൺട്രി എയുടെ ടോട്ടൽ ഇൻകം നമുക്ക് എത്ര വരുന്നുണ്ട് മക്കളെ? കൺട്രി എയുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? നോക്കിക്കോളൂ. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500 പ്ലസ് ഇവിടെ പ്ലസ് പ്ലസ് ചെയ്ത് നിങ്ങൾ പോരുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് എത്ര കിട്ടി? പ്ലസ് പ്ലസ് പ്ലസ്
പ്ലസ് ഇവിടെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 50,000 ആണ് കിട്ടുന്നത്. 50,000 ആണല്ലോ ആവറേജ്. ഓക്കെ, 50,000 കിട്ടുമ്പോൾ ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 5 ആണ്. ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ആൻസർ എത്ര കിട്ടി? നമുക്ക് കിട്ടുന്നത് ഇവിടെ എഴുതി വയ്ക്കാൻ നമുക്ക് എത്രയാണ്? 10,000. അയ്യോ സോറി, 10,000 കിട്ടിയല്ലോ. അപ്പോൾ കൺട്രി എയുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ കൺട്രി ബിക്കോ? കൺട്രി ബിക്ക് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടല്ലേ. 500, 500, 500, 500. ഒരാൾക്ക് മാത്രം ഭയങ്കര സാലറിയാണ്, 48,000. അവിടെയും എത്ര കിട്ടുന്നുണ്ട്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50,000 ആണ്. ഡിവൈഡഡ് ബൈ 5 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെയും കിട്ടുന്നത് 10,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടും ഒരേ ആവറേജ് ഇൻകം ആണ് അല്ലേ? രണ്ട് രാജ്യത്തിലും കിട്ടുന്നത്. കൺട്രി എക്ക് കിട്ടുന്നത് ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ്. സെയിം ലൈക്ക് കൺട്രി ബിക്ക് കിട്ടുന്ന ആവറേജ് ഇൻകം എന്ന് പറയുന്നതും 10,000 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് കൺട്രീസിൻ്റെയും ആവറേജ് ഇൻകം ഒരുപോലെ ആണെങ്കിലും കൺട്രി ബിയുടെ അവസ്ഥ എന്താണ്? രണ്ട് രാജ്യങ്ങളിലുള്ള ആളുകൾ ഒരുപോലെ സന്തോഷത്തോടെ അല്ല. കാരണം കൺട്രി ബി എന്ന് പറയുന്നത് ഒരു ഈക്വൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമല്ല. കൺട്രി എ ആണ് നല്ലത്. കാരണം അവിടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇക്യൂട്ടബിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ സമമായിട്ടാണ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? കൺട്രി എയിൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇക്യൂട്ടബിൾ ആണ്. പക്ഷേ കൺട്രി ബിയിലല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കൺട്രി എയിൽ വളരെ റിച്ച് ആളുകളും ഇല്ല, പുവർ ആളുകളും ഇല്ല. പക്ഷെ കൺട്രി ബിയുടെ അവസ്ഥ എന്താ? മിക്ക ആളുകളും പാവപ്പെട്ട ആളുകളാണ്, ഒരാൾ മാത്രം എക്സ്ട്രീംലി റിച്ച് ആണ് അല്ലേ? ഇവിടെ ഈ രാജ്യത്ത് എന്താ കൺട്രി ബിയിൽ സംഭവിക്കുന്നത്? വലിയൊരു ഇൻകം ഇനീക്വാലിറ്റി അവിടെയുണ്ട്. അതുകൊണ്ട് ആവറേജ് ഇൻകം താരതമ്യത്തിന് സഹായമാണെങ്കിലും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കുന്നില്ല എന്നത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. Hence, while average income is useful for comparison, it does not tell us how this income is distributed among people. It's one of the drawback of the average income. നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ക്രൈറ്റീരിയനെ ആശ്രയിക്കാൻ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടത് എന്താണ്? Hence, while average income is useful for comparison, it does not tell us how this income is distributed among people. ആളുകളിൽ ഇതിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നത് വ്യക്തമാക്കുന്നില്ല. അപ്പോൾ പിക്ചറിൽ നമുക്ക് എന്ത് മനസ്സിലായി? കൺട്രി വിത്ത് നോ റിച്ച് ആൻഡ് നോ പുവർ, അവർ ഒരുപോലെയാണ് ഏകദേശം ഇരിക്കുന്നത് അല്ലേ? കസേരകളിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കൺട്രി വിത്ത് റിച്ച് ആൻഡ് പുവറിൽ ഒരാൾ കസേരകളൊക്കെ അടുക്കിയിട്ട് കിടക്കുകയാണ്, ബാക്കിയുള്ളവർ രണ്ട് കസേരയിൽ കഷ്ടിമുഷ്ടി ഇരിക്കുകയാണ് അല്ലേ? എല്ലാവരും ചേർന്ന് കസേര ഉണ്ടാക്കി ഒരാൾ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഒരു കൺട്രിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് നോക്കാം. ഗീവ് 3 എക്സാമ്പിൾസ് ഫോർ ആവറേജ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ സിറ്റുവേഷൻ. ഏതാണ് 3 സിറ്റുവേഷൻസ്? ഏതൊക്കെയാണ് ഇവർക്ക് ആവറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഗീവ് 3 എക്സാമ്പിൾസ് ഫോർ ആവറേജ് ഈസ് യൂസ്ഡ് കമ്പാരിസൺ. 3 സിറ്റുവേഷൻസ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെയാണ്? പെർ ക്യാപിറ്റ ഇൻകം ഓഫ് കൺട്രീസ്, ആവറേജ് മാർക്ക് ഓഫ് സ്റ്റുഡൻസ്, ആവറേജ് റെയിൻഫോൾ ഓഫ് റീജിയൻ. ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറ്റും. വൈ ഈസ് ആവറേജ് ഇൻകം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ഫോർ ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റിന്? ഒന്ന്, ഈസി ടു കാൽക്കുലേറ്റ്, ഹെൽപ്സ് ടു കമ്പയർ കൺട്രീസ്, ഇൻഡിക്കേറ്റ് ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇത്രയും കാര്യങ്ങളത് തരുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബിസൈഡ്സ് സൈസ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം വാട്ട് അതർ പ്രോപ്പർട്ടി ഓഫ് ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ആൻസർ എന്ന് പറയുന്നത് ബിസൈഡ് സൈസ് ഓഫ് പെർ ക്യാപിറ്റ എന്താണ്? ഹൗ ഇൻകം ഈസ് ഷെയർഡ് എമോങ് പീപ്പിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് റെക്കോർഡ്സ് ഹൗ ടു, അത് നിങ്ങൾ നോക്കി പോവുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാതെ നോക്കി വെക്കുക. പെർ ക്യാപിറ്റ ഇൻകം ലെവൽ ഓഫ് മിഡിൽ ഇൻകം കൺട്രീസ് ആസ് പെർ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2006. വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2006 പെർ ക്യാപിറ്റ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതെന്തായിരുന്നു എന്ന്. അതായത് മിഡിൽ ഇൻകം കൺട്രീസിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 37,000-നും 4,53,000-നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം പെർ ആനം. ഓക്കെ,
നിങ്ങൾ ഈ 2006 നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ഡാറ്റ അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. മിക്കതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ചോദിക്കുക. ദെൻ റൈറ്റ് എ പാരഗ്രാഫ്, വാട്ട് ഷുഡ് ഇന്ത്യ ഡു ബിക്കം എ ഡെവലപ്ഡ് കൺട്രി. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പോവർട്ടി കുറയ്ക്കാം, റെഡ്യൂസ് പോവർട്ടി, ഇംപ്രൂവ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, എൻഷുർ ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. CBSE മുന്നേ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ആവറേജ് ഇൻകം. എന്താണ് ആവറേജ് ഇൻകം എന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈ ഈസ് ആവറേജ് ഇൻകം യൂസ് ടു കമ്പയർ കൺട്രീസ്, മെൻഷൻ വൺ ലിമിറ്റേഷൻ. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹൈഡ് ഇൻകം ഇനീക്വാലിറ്റി. ഇൻകം ഇനീക്വാലിറ്റീനെ എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. യൂസ്ഡ് ഫോർ കമ്പാരിസൺ, ഈസി ടു കാൽക്കുലേറ്റ്, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ വൈ ആവറേജ് ഇൻകം ഈസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ്? സെയിം ആവറേജ് ഇൻകമാണ്, പിന്നെന്താ ഡിഫറെൻറ്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് എഴുതുക. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് അതർ ക്രൈറ്റീരിയ. നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഇൻകത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകം മാത്രമല്ല, മറ്റുള്ള ക്രൈറ്റീരിയകളും ഉണ്ട്. ഓക്കെ, നാഷണൽ ഇൻകം നമ്മൾ പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. പബ്ലിക് ഫെസിലിറ്റി, ആവറേജ് ഇൻകം. അതിൻ്റെ മറ്റൊന്നാണ് ഇൻകം ആൻഡ് അതർ ക്രൈറ്റീരിയ. അതായത് ഇൻകം മാത്രം ഒന്നുമല്ല. വെൻ വി ലുക്ക്ഡ് അറ്റ് ദി ഇൻഡിവിജ്വൽ ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് വി ഫൗണ്ട് ദാറ്റ് people not only think of better income but also have goals such as security, respect, freedom. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് വ്യക്തികളുടെ ആസ്പിറേഷൻ, ആഗ്രഹങ്ങളും ഗോളും ഒക്കെ പരിശോധിച്ചപ്പോൾ ആളുകൾക്ക് ബെറ്റർ ഇൻകം മാത്രം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സെക്യൂരിറ്റി ആവശ്യമാണ്, സുരക്ഷ, റെസ്പെക്റ്റ്, ബഹുമാനം, ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, സമത്വം, ഫ്രീഡം, സ്വാതന്ത്ര്യമൊക്കെ പോലെയുള്ള കാര്യങ്ങളും ലക്ഷ്യങ്ങളും അവർക്കുണ്ട്. അതായത് ഇൻകം മാത്രം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമൊന്നുമല്ല. സിമിലർലി വെൻ വി തിങ്ക് ഓഫ് എ നേഷൻ ഓർ എ റീജിയൻ, we may beside average income think of other important attributes. ഇതിനെക്കുറിച്ച് മാത്രമൊന്നുമല്ല, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാണത്? ഒരു വ്യക്തിയെപ്പോലെ തന്നെ ഒരു രാജ്യം അല്ലെങ്കിൽ റീജിയൻ, സംസ്ഥാനം വികസനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം മാത്രം നോക്കിയിരുന്നാൽ പറ്റില്ല. അതിനോടൊപ്പം തന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം. വാട്ട് കുഡ് ദീസ് ആട്രിബ്യൂട്ട് ബി? ഇൻകം ഒഴികെ മറ്റെന്തെല്ലാം ആട്രിബ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആകാം എന്ന ചോദ്യം ഇവിടെ വരികയാണല്ലേ. വാട്ട് കുഡ് ദീസ് ആട്രിബ്യൂട്ട്സ് ബി? എന്താണ്? ലെറ്റ് us എക്സാമിൻ ദിസ് ത്രൂ ആൻ എക്സാമ്പിൾ. നമുക്ക് എക്സാമ്പിൾസിൽ കൂടി നോക്കാം. എന്താണ് എക്സാമ്പിൾ? ടേബിൾ 1-3 നോക്കുക. പഞ്ചാബ്, കേരള, ബീഹാർ. എന്താണ് കൊടുത്തിരിക്കുന്നത്? പെർ ക്യാപിറ്റ ഇൻകം ആണ്. ഒരു സെലക്റ്റഡ് സ്റ്റേറ്റിലെ പെർ ക്യാപിറ്റ ഇൻകം ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചാബ്, കേരള, ബീഹാർ ആണ്. എന്നീ സംസ്ഥാനങ്ങളുടെ ആവറേജ് ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ മറ്റൊരു പേരാണ് ആവറേജ് ഇൻകം നൽകിയിരിക്കുന്നു. അവിടെ എന്താണ്? 2002, 2003 ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിനാണ്, ഏറ്റവും കുറവ് ഏത് സംസ്ഥാനത്തിനാണെന്നൊക്കെ നോക്കി നോക്കൂ. 26,000 പെർ ക്യാപിറ്റ ഇൻകം എവിടെ വന്നിട്ടുണ്ട്? പഞ്ചാബിൽ. 22,800 കേരളത്തിലുണ്ട്. ബീഹാറിലാണ് ഏറ്റവും കുറവ്. ബീഹാറിൽ വന്നിട്ട് 5,700 കണ്ടല്ലോ. നമുക്ക് ഒന്നും കൂട്ടോ കുറയ്ക്കോ ചെയ്യാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പെർ ക്യാപിറ്റ ഏറ്റവും കൂടുതൽ എവിടെയാണ്. ഈ കണക്കുകൾ പ്രകാരം ഇത് ടെക്നിക്കൽ ടേം ആയതുകൊണ്ട് നമുക്കതായത് ടെക്നിക്കൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുക കേട്ടോ. പെർ ക്യാപിറ്റ നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, NSDP എന്നാണ് കൊടുത്തിട്ടുള്ളത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് ഇതിനെ ശരിക്കും പറയുന്നത്. പക്ഷേ ആസ് പെർ നിങ്ങൾ ചെറിയ കുട്ടികൾ 10th നിങ്ങളിത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് മാത്രം എടുത്താൽ മതി. ഇതിലെന്താണ് പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പഞ്ചാബിന് ഹയ്യർ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്, ബീഹാറിനാണ് ഏറ്റവും കുറഞ്ഞ പെർ ക്യാപിറ്റ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആര് നിൽക്കുന്നുണ്ട്? കേരളം നിൽക്കുന്നുണ്ട്. അതായത് പഞ്ചാബിലെ ഒരാൾക്ക് 26,000 കിട്ടുമ്പോൾ ബീഹാറിലെ ഒരാൾക്ക് ഏകദേശം 5,500 വാർഷിക വരുമാനമായിട്ട് കിട്ടുന്നത്. ഇതിൽ നിന്നും നമുക്ക് ആവറേജ് ഇൻകം മാത്രമാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, പഞ്ചാബ് എന്ന് പറയുന്നത് മോസ്റ്റ് ഡെവലപ്ഡ് ആണ്, ബീഹാർ എന്ന് പറയുന്നത് ലീസ്റ്റ് ഡെവലപ്ഡ് ആണ്, കേരളം ഇൻ ബിറ്റ്വീൻ നിൽക്കുകയാണല്ലേ, മിഡിലാണ്. ഓക്കെ, ഇൻകം ഒഴികെ അപ്പോൾ നമ്മൾ പറയുകയാണ് ഇൻകം മാത്രമാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്നുണ്ടെങ്കിൽ പഞ്ചാബാണ് ഡെവലപ്ഡ്. എന്നാലും നമുക്ക് ബാക്കി താഴത്തെ ടേബിൾ 1-4 വരൂ. സം കമ്പാരറ്റീവ് ഡാറ്റ ഓൺ പഞ്ചാബ്, കേരള ആൻഡ് ബീഹാർ. ഈ 3 സ്റ്റേറ്റ് തന്നെയാണ് എടുക്കുന്നത്. അവിടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്, നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ഫോർ ക്ലാസ്.
ഈ 3 കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് കമ്പയർ ചെയ്യുകയാണ്. പഞ്ചാബ്, കേരള, ബീഹാർ. എന്താണ് ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ്? ഒരു വർഷം ജനിച്ച 1000 കുഞ്ഞുങ്ങളിൽ ഒരു വയസ്സിന് മുൻപ് മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണെങ്കിൽ, ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്തുണ്ട്? ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിട്ടുണ്ട്? ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 7 വയസ്സിന് മുകളിലുള്ളവരിൽ വായിക്കാനും എഴുതാനും അറിയുന്നവരുടെ ശതമാനം ലിറ്ററസി റേറ്റ് ഉയരുകയാണെങ്കിൽ, ലിറ്ററസി റേറ്റ് ഉയർന്നാൽ, ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബെറ്റർ എഡ്യൂക്കേഷൻ എന്നാണ്. ദാറ്റ് ഈസ് ബെറ്റർ എഡ്യൂക്കേഷൻ. ഇനി നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്താണ്? 6 തൊട്ട് 10 വയസ്സുള്ള കുട്ടികളിൽ സ്കൂളിൽ നിന്ന് പോകുന്നവരുടെ ശതമാനം എഡ്യൂക്കേഷൻ ആക്സസ് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് അത് കേട്ടോ. അതും കൂടുതൽ കുറവ്, അത് നോക്കുകയാണ്. ഇനി കേരളത്തിനെ സംബന്ധിച്ച് ഇവിടെ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നോക്കാം. കേരളത്തിലെ ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ്? കുറവാണോ കൂടുതലാണോ? മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ 11 ഉള്ളൂ. പഞ്ചാബിൽ 49ആണ്. പഴയ ഡാറ്റയാണ് കേട്ടോ ഇത്, നിങ്ങൾ പുതിയ ഡാറ്റ വെച്ച് പഠിക്കുക. ബീഹാറിലത് 60ആണ്. കേരളത്തിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 91ആണ്. ലിറ്ററസി റേറ്റ് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൽ ബെറ്റർ എഡ്യൂക്കേഷൻ ഉണ്ട്. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ കൂടുതലാണല്ലേ, അതും നമ്മുടെ ഇവിടെ കൂടുതലാണ്. സ്കൂൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലാണ്. അതായത് കേരളത്തിലെല്ലാം കൂടുതലാണ്. എന്തൊഴികെ? ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒഴികെ. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ബെറ്റർ ഹെൽത്തിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഇവിടെ 11 വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ഹെൽത്ത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബീഹാറിൽ ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ ബെറ്റർ ഹെൽത്ത് ഇല്ല. ലിറ്ററസി അറ്റൻഡൻസ് വളരെ കുറവാണ്. ഇവിടുത്തെ ബെറ്റർ എഡ്യൂക്കേഷൻ ഇല്ല. ഇതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനകത്ത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതാം, നിങ്ങളത് നോക്കി പോവുക കേട്ടോ. വാട്ട് ഈസ് പെർ ക്യാപിറ്റ ഇൻകം? നെക്സ്റ്റ്, വാട്ട് ഡസ് ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻഡിക്കേറ്റ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഡസ് ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻഡിക്കേറ്റ്? Third question, name any one non-income criterion of development. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോയി. ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഭാഗങ്ങളാണിതൊക്കെ. നെയിം എനി വൺ നോൺ ഇൻകം ക്രൈറ്റീരിയൻ ഓഫ് ഡെവലപ്മെൻറ്റ്. നോൺ ഇൻകം ക്രൈറ്റീരിയൻ ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ ലോങ് ആൻസേഴ്സ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ വൈ പെർ ക്യാപിറ്റ ഇൻകം എലോൺ ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് മെഷർ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് എഴുതിയെടുക്കുക. നിങ്ങൾ എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പഠിക്കണം വൃത്തിയായിട്ട് കേട്ടോ. എക്സ്പ്ലെയിൻ വൈ പെർ ക്യാപിറ്റ ഇൻകം എലോൺ ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് മെഷർ ഓഫ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കമ്പയർ പഞ്ചാബ് ആൻഡ് കേരള യൂസിങ് ഇൻഡിക്കേറ്റേഴ്സ്. അത് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിതിനെ എന്താ ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻറ്റ് ഗോൾ, നാഷണൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് തിരിച്ചിരുന്നു. ഇതിൽ നമ്മൾ നോക്കുന്നത് നാഷണൽ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എഴുതാം നാഷണൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റിൽ നോക്കുക, ആവറേജ് ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം PCI. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ്. ദെൻ അതർ ഫാക്ടേഴ്സ്.
അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് വൺ പബ്ലിക് ഫെസിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആവറേജ് ഇൻകം പഠിച്ചു, പിന്നെന്താ നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കി, പിന്നെ അതർ ഫാക്ടേഴ്സ് ആൻഡ് പാരാമീറ്റേഴ്സാണ് നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതിൽ ടേബിളിലെ കോളത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 11 മാത്രം, അതായത് മരിക്കുന്നത്, ആ ഒരു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്താണ്? വാട്ട് ഡസ് ദിസ് ടേബിൾ ഷോസ്? ടേബിൾ എന്താണ് ഷോ ചെയ്തിരുന്നത്? കോളം ഓഫ് ദ ടേബിൾ ഷോസ് ദാറ്റ് ഇൻ കേരള ഔട്ട് ഓഫ് 1000 ചിൽഡ്രൻ ബോൺ എലൈവ് 11 ഡൈഡ് ബിഫോർ കംപ്ലീറ്റിംഗ് 1 ഇയർ. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 11 കുഞ്ഞുങ്ങൾ മാത്രമാണ് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്നത്. ഇതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. പക്ഷേ എന്താ കേസ്? പഞ്ചാബിലെ കേസ് എന്താണ്? പഞ്ചാബിലെ 1000 കുഞ്ഞുങ്ങളിൽ 49 പേര് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്നുണ്ട്. അതായത് ഇത് കേരളത്തിലുള്ളതിനേക്കാൾ നിയർലി 5 ടൈം കൂടുതലാണ് അല്ലേ? പഞ്ചാബിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലായിട്ടും ഹെൽത്ത് കണ്ടീഷൻ കേരളത്തിനേക്കാൾ എന്താണ്? മോശമാണ്. പഞ്ചാബിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലായിട്ടും ഹെൽത്ത് കണ്ടീഷൻ കേരളത്തിനേക്കാളും മോശമാണ്. അതുപോലെ തന്നെയാണ് പഞ്ചാബിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിനേക്കാൾ വളരെ കൂടുതലാണ്. എന്നാൽ ഇൻകം കൂടുതലായാലും മാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണിത് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് മാതാപിതാക്കൾക്ക് എത്ര പ്രഷ്യസ് ആണെന്ന് ചിന്തിക്കണം. ഒരു കുഞ്ഞിൻ്റെ ജനനം വളരെ സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് അത് എത്ര പെയിൻഫുള്ളായിരിക്കും. അതായത് ഹ്യൂമൻ സഫറിങ് ഡെവലപ്മെൻറ്റിൽ അത് അത്യന്തം പ്രധാനമാണ്. ഹ്യൂമൻ സഫറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കണക്കുകൾ 2003 എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറേ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ റീസെൻ്റ്ലി ഉള്ള കണക്കുകൾ കിട്ടുമെങ്കിൽ അത് നോക്കി അത് വെച്ചിട്ട് പഠിക്കുക. ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്? ഇത് പഴയ കാലത്തെ കഥയല്ല. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചിട്ട് എത്ര നാളായി? 56 വർഷങ്ങൾക്ക് ശേഷം നഗരങ്ങളിൽ ഹൈറൈസ് ബിൽഡിങ്സ്, ഷോപ്പിംഗ് മാൾസ് എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഈ 2003 ഇതുപോലെയുള്ള അവസ്ഥകൾ സംഭവിക്കുന്നത്. അതായത് എന്താ? അൺഈക്വൽ ഡെവലപ്മെൻ്റ് ആണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകാനായിട്ട് പറ്റുന്നത്. ഇൻകം കൂടിയത് കൊണ്ട് മാത്രം വികസനം ഉണ്ടാകണമെന്ന് ഇല്ല. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ബേസിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പോലും ലഭിക്കുന്നില്ല. ഇത് പബ്ലിക് ഹെൽത്ത് ഫെയിലിയർ ആണല്ലോ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലും ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അംഗനവാടികളിൽ നിന്നും ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ ആളുകൾ അന്വേഷിച്ചു വരും. അതുപോലെ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് കുഞ്ഞു കുട്ടികൾക്കുള്ള ഫുഡ്, അതുപോലെയുള്ള ഗുളികകൾ, കൃത്യം മെഡിസിൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, ഇതിനെപ്പറ്റിയുള്ള എല്ലാ അവയർനെസ്സും നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റീസ് ഡെവലപ്ഡ് ആണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം. ഇനി എന്താണ്? ദ പ്രോബ്ലം ഡസ് നോട്ട് എൻഡ് വിത്ത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഈ പ്രോബ്ലം ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൊണ്ട് ഈ പ്രോബ്ലത്തിനെ നമുക്ക് എൻഡ് ചെയ്യുന്നില്ല. ദ പ്രോബ്ലം എൻഡ് വിത്ത് the infant mortality rate. The last column shows that more than half of the children in Bihar do not even get to go to school. അതായത് ബീഹാറിലെ കഥ എന്താണ്? ബീഹാറിലെ പകുതി കുട്ടികളും എന്ത് ചെയ്യുന്നില്ല? 50% കുട്ടികൾ സ്കൂളിൽ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ബീഹാറിലെ ഒരു സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ പകുതിയിലധികം കുട്ടികളും ഉണ്ടാവില്ല. നിങ്ങളൊരു 10-15 പേരൊക്കെ തന്നെ കാണത്തുള്ളൂ. സ്കൂളിൽ പോകേണ്ട കുട്ടികൾ സ്കൂളിൽ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കും സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന പാഠം പോലും വായിക്കാനായിട്ട് കഴിയില്ല. ദറ്റ് മീൻസ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി പബ്ലിക് ഫെസിലിറ്റീസിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്ന പബ്ലിക് ഫെസിലിറ്റീസ്, നമുക്ക് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് കിട്ടാത്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതെ, പഞ്ചാബിൽ ശരാശരി ഇൻകം കൂടുതലായിട്ടും ഹെൽത്തും എഡ്യൂക്കേഷനും പോലുള്ള ക്രൂഷ്യൽ ഏരിയസിൽ കേരള പിന്നിലാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. കാരണം എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള പണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസും വാങ്ങാൻ കഴിയില്ല. ഇൻകം ഹാസ് എ
ലിമിറ്റേഷൻസ്, ഇൻകത്തിന് പല ലിമിറ്റേഷൻസും ഉണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻകം എന്ന് പറയുന്നത് തന്നെയല്ല ഒരാളുടെ ഗോള് അല്ലേ? ഇൻകത്തെക്കാട്ടും പ്രധാനപ്പെട്ട പല ഗോളുകളും ഉണ്ട്. എന്തൊക്കെയാണ്? റെസ്പെക്റ്റ്, ലവ്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ഭാഗം നന്നായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങളുടെ പണം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് വാങ്ങാനായിട്ട് പറ്റത്തില്ല അല്ലേ? നിങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നല്ല കിണറുകളിൽ നിന്ന് നല്ല വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെന്താ? ശുദ്ധമായ മരുന്നുകൾ ലഭിക്കുമെന്ന ഉറപ്പ് പണം മാത്രം നൽകില്ല. പകർച്ചവ്യാധികളിൽ നിന്ന് പണം മാത്രം നിങ്ങളെ സംരക്ഷിക്കില്ല. ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങൾക്കും ഏറ്റവും നല്ലതും ഏറ്റവും ചീപ്പസ്റ്റ് വേ അവ കളക്റ്റീവായിട്ട് നൽകുന്നതാണ്, കളക്റ്റീവ്ലി നൽകുന്നതാണ്. ഇതാണ് പബ്ലിക് ഫെസിലിറ്റീസ്. എന്താണ് പബ്ലിക് ഫെസിലിറ്റീസ്? നമുക്ക് കളക്റ്റീവായിട്ട് കിട്ടുന്ന. ഇവിടെ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്, മണി ഇൻ യുവർ പോക്കറ്റ് കനോട്ട് ബൈ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു മേ നീഡ് ടു ലീവ് വെൽ. എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എന്തുകൊണ്ടാണ്? നമുക്ക് പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് വേണം, ലവ് വേണം, റെസ്പെക്റ്റ് വേണം, കളക്റ്റീവായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നമുക്ക് നമ്മുടെ മുൻപിലറിയാം, നമുക്ക് COVID-19 വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. കേരളത്തിലൊരു പ്രളയം വന്നു കഴിഞ്ഞ സമയത്ത് അതിനെ റിക്കവറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഒരു പ്രദേശത്തിനൊട്ടാകെ കളക്റ്റീവ് സെക്യൂരിറ്റി ഒരുക്കുന്നതാണോ, അല്ലെങ്കിൽ ഓരോ വീട്ടിലും സ്വന്തം സെക്യൂരിറ്റി ഗാർഡിനെ വെക്കുന്നതാണോ ചിലവ് കുറവ്? കളക്റ്റീവ് പ്രൊവിഷൻ ഈസ് ചീപ്പർ. അപ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. പബ്ലിക് ഫെസിലിറ്റീസ് വേണം, ചീപ്പസ്റ്റ് വേയിൽ അത് കിട്ടണം, അത് കളക്റ്റീവ്ലി ആയിരിക്കണം. പിന്നെന്താണ്? എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കളക്റ്റീവ് പ്രൊവിഷൻ ഈസ് ചീപ്പർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. സോ യു ആർ ആക്ച്വലി ഏബിൾ ടു സ്റ്റഡി ബിക്കോസ് ആ ഒരു വേർഡുകൾ നോക്കുക. സോ യു ആർ എന്താണ്? നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് മറ്റു കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനാലും ഗവൺമെൻറ് സ്കൂളുകൾ തുറക്കണമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതിനാലുമാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളുകൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫീസില്ലാതെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കിട്ടണം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണല്ലേ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇന്ന് പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഗേൾസിന് സെക്കൻഡറി എഡ്യൂക്കേഷൻ നേടാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ആഡിക്വേറ്റ് പബ്ലിക് ഫെസിലിറ്റീസ് ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെക്കുറിച്ച് മുൻപ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നെയിം വൺ പബ്ലിക് ഫെസിലിറ്റി. ഒരു പബ്ലിക് ഫെസിലിറ്റിയുടെ പേര് പറയൂ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എഴുതാം, പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് എഴുതാം. അതിനെപ്പറ്റി 2 വാക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ എഴുതാം. വൈ ഈസ് ഇൻകം നോട്ട് എ സഫീഷ്യൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ എഴുതി വെക്കാൻ നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങളത് പഠിക്കേണ്ടതാണ്. വൈ ഈസ് ഇൻകം നോട്ട് a sufficient indicator of development? Then next question നോക്കേണ്ടത്, explain any 3 limitations of income as a measure of development. Explain. എഴുതിയെടുക്കണം കേട്ടോ, എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കണം. Explain any 3 limitations of income as a measure of development. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് വൈ ഇൻകം എലോൺ ഈസ് നോട്ട് ഇനഫ് ടു മെഷർ ഡെവലപ്മെൻറ്റ്. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് വൈ ഇൻകം എലോൺ ഈസ് നോട്ട് ഇനഫ് ടു മെഷർ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ പബ്ലിക് ഫെസിലിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും ഭാഗങ്ങൾ പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജിൽ എന്താണ്? നെക്സ്റ്റ് പേജ് കണ്ടിന്യൂവേഷൻ ആണ്. പബ്ലിക് ഫെസിലിറ്റീസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ, ഇതിൻ്റെയൊക്കെ പറയുന്നതിൻ്റെ ഇതാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. കേരള ഹാസ് എ ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. കേരളത്തിലെ ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെന്ന് നമ്മളത് നേരത്തെ കണ്ടതാണ് അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ബേസിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, ആശുപത്രികളുണ്ട്, വാക്സിനേഷൻ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്,
മാതൃശിശു, അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള പരിചരണം, ഇതൊക്കെ എന്താണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മൾക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. PDS എന്ന് പറയും. എന്താണ് PDS എന്ന് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ റേഷൻ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമുക്കിവിടെ അറിയാം റേഷൻ ഷോപ്പുകളുണ്ട്. ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി ഇൻ സച്ച് പ്ലേസസ്. ചില സ്ഥലങ്ങളിൽ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു പട്ടിണി വന്നാൽ, ദാരിദ്ര്യം വന്നാൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം കുറവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് റേഷൻ സിസ്റ്റത്തെ ആശ്രയിക്കാം. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ക്വാളിറ്റിയുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടും, റേഷൻ കടയിൽ നിന്ന് നമുക്ക് ലഭിക്കും അല്ലേ. അതിന് കാർഡുണ്ട്, പലതരത്തിലുള്ള കാർഡുണ്ട്, നിറങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാർഡുണ്ട്. ഓക്കെ. ദെൻ ചില സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ റേഷൻ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെയാണ്. ഇഫ് സം PDS ഷോസ് ദാറ്റ് ഈസ് റേഷൻ ഷോപ്പ് ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി ഇൻ സച്ച് പ്ലേസസ് ദ പീപ്പിൾ ആർ ഏബിൾ ടു ഗെറ്റ് ദ പ്രോബ്ലം റെക്ടിഫൈഡ്. അത്തരം ചില സംസ്ഥാനങ്ങളിൽ ശരിയായിട്ട് പ്രവർത്തിക്കാത്ത പക്ഷം ജനങ്ങളത് ശരിയാക്കാനായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനായിട്ട് കഴിയും. അതായത് ഇവിടെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നോട്ട് ദ പോയിന്റ്, പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം നമുക്കുണ്ട്. Then health and nutrition status of the people of such a state is certainly like to be better. ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ന്യൂട്രീഷൻ തികച്ചും മെച്ചപ്പെട്ടത് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ അല്ലേ, ലുക്ക് അറ്റ് ഡാറ്റ ഇൻ ടേബിൾ 1.3 ടേബിളിനെ കുറിച്ചാണ് പറയുന്നത്. പഞ്ചാബിൻ്റെ പെർ ക്യാപിറ്റ നമ്മൾ നോക്കിയതാണ്. ബീഹാറിനേക്കാൾ മുന്നിലാണ് അല്ലേ. ലിറ്ററസി റേറ്റ്, ഹൈ സ്കൂൾ അറ്റൻഡൻസ് എന്നിവയിൽ പഞ്ചാബ് ബീഹാറിനേക്കാൾ വളരെ മുന്നിലല്ല. ദാറ്റ് മീൻസ് ഇൻകം നോട്ട് ഈക്വൽ ടു ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ആ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ്? ഇൻകം ഈസ് നോട്ട് ഈക്വൽ ടു എന്തല്ല, ഇൻകം ഈസ് നോട്ട് ഈക്വൽ ടു ഒരു ഇത് മതി കേട്ടോ, നോട്ട് ഈക്വൽ ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ. ദെൻ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിറ്ററസി റേറ്റ് ഓഫ് റൂറൽ പോപ്പുലേഷൻ 52, മെയിലിൽ ഫീമെയിലിന് 19%. ഇനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി തിങ്ക് ഓഫ് ദി അതർ എക്സാമ്പിൾ വെർ കളക്റ്റീവ് പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് ചീപ്പർ ദാൻ ഇൻഡിവിജ്വൽ പ്രൊവിഷൻ. എന്താണ്? അതായത് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റൽസ് എന്താണ് നമുക്ക് ഇൻഡിവിജ്വൽ എന്നല്ലാതെ കിട്ടുന്നത്? പബ്ലിക് ഹോസ്പിറ്റൽ വേഴ്സസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് സ്കൂൾസ് വേഴ്സസ് പ്രൈവറ്റ് സ്കൂൾ. ഗവൺമെൻറ് സ്കൂളിൽ ഫീസില്ല, പ്രൈവറ്റ് സ്കൂളിൽ ഫീസുണ്ട്. പബ്ലിക് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കണ്ട, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബില്ലടച്ച് നമ്മൾ മടുക്കുമെന്നാണ് പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇൻഡിവിജ്വൽ അല്ലേ കാറുകളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കളക്റ്റീവ് പ്രൊവിഷനാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ചീപ്പർ പ്ലസ് ഇൻക്ലൂസീവ്. ആരെയും ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഇതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, ഇൻക്ലൂസീവാണത് കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ഹെൽത്ത്. ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, അതെന്താണത്? ഗവൺമെൻറ് സ്പെൻഡിങ് മാത്രം മതിയില്ല, മറ്റ് റിലവൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, കറപ്ഷൻ ഫ്രീ അഡ്മിനിസ്ട്രേഷൻ, അവെയർനെസ് എമംഗ് പീപ്പിൾ, ട്രെയിൻഡ് സ്റ്റാഫ്. എക്സാമ്പിൾ ഡോക്ടേഴ്സ് നല്ല ട്രെയിൻഡ് ആയിരിക്കണം, ടീച്ചേഴ്സ് സ്കില്ലുള്ളവരായിരിക്കണം. ഇനി ഇവിടെ തമിഴ്നാടിൻ്റെ കേസ് പറയുന്നുണ്ട്. തമിഴ്നാട് 75% ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ റൂറൽ ഏരിയ അല്ലേ. അതായത് PDS ഉപയോഗം കൂടുതലായതിനാൽ തമിഴ്നാട്ടിൽ PDSൻ്റെ അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഉപയോഗം കൂടുതലായതിനാൽ ജനങ്ങൾ ചീഫ് ഫുഡ് ഗ്രെയിന് ബെറ്റർ ന്യൂട്രീഷൻ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 2 നോക്കൂ. ആക്ടിവിറ്റി 2 ടേബിളാണ്. എന്താണത് പറയുന്നത്? റൂറൽ മെയിൽ 52%, ഗ്രാമീണ സ്ത്രീകളിൽ ലിറ്ററസി വളരെ കൂടുതലാണ്. ഇത് ജെൻഡർ ഇനീക്വാലിറ്റീനെയാണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും ഭാഗം അല്ലെങ്കിൽ റൂറൽ ഗേൾസ് നോട്ട് അറ്റൻഡിങ് സ്കൂൾസ് 69%, ജെൻഡർ ഗ്യാപ്പ് വളരെ കൂടുതലാണെന്ന് റൂറൽ ഏരിയയിൽ കേട്ടോ, അർബൺ അല്ല പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഗ്രാഫ് നോക്കുക. ഇനി വാട്ട് ഈസ് PDS എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. വാട്ട് ഈസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻഡിക്കേറ്റ്. നമ്മളിത് പലതവണ പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ആക്ടിവിറ്റി 3 കുറച്ച് ടേബിളുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെച്ച് പഠിക്കണം നിങ്ങൾ. നമുക്ക് നോക്കാം. വൺ വേ ടു ഫൈൻഡ് ഔട്ട് ഇഫ് അഡൾട്ട് ആർ undernourished is to calculate what is nutrition scientist called body mass index, BMI. BMI എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കി വെക്കണം എന്താണ് BMI, എങ്ങനെയാണ് ഈ BMI കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ BMI എന്താണെന്ന്.
നമുക്ക് നോക്കാം ഇവിടെ എന്താ പറയുന്നത്. അതായത് ഒരു അഡൾട്ട് പേഴ്സൺ പോഷകാഹാരക്കുറവാണോ എന്ന് കണ്ടെത്താനൊരു മാർഗമുണ്ട്, അല്ലെങ്കിൽ പോഷകാഹാരക്കുറവുള്ള ആളാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് BMI. BMI എന്ന് പറയുന്നത് ന്യൂട്രീഷൻ സയൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഏതാണ്? BMI, ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇതെങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. BMI കണക്കാക്കുന്നത് വളരെ സിമ്പിളാണ്. സ്കൂൾ ലെവൽ സ്റ്റുഡൻസിനും എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാൽക്കുലേഷനാണ്. നമ്മുടെ വെയിറ്റ് എടുക്കുകയാണ്. ടേക്ക് ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ഇൻ kg. ആദ്യമായി വ്യക്തിയുടെ വെയിറ്റ് കിലോഗ്രാമിൽ എടുക്കണം. അടുത്തതായി വ്യക്തിയുടെ ഹൈറ്റ് മീറ്റേഴ്സിൽ എടുക്കണം, സെൻറ്റിമീറ്റർ അല്ല മീറ്ററിൽ എടുക്കണം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡിവൈഡ് ദ വെയിറ്റ് ബൈ ദി, അതായത് ഡിവൈഡ് ദ വെയിറ്റ് ബൈ ദ സ്ക്വയർ ഓഫ് ദ ഹൈറ്റ്. വെയിറ്റിനെ നമ്മൾ ഇതുകൊണ്ട് ഹരിക്കുന്നു. അതായത് BMI ഈസ് ഈക്വൽ ടു, BMI കണ്ടുപിടിക്കാനുള്ള എന്താണ്? വെയിറ്റ് ഇൻ kg, കിലോഗ്രാമിൽ, ഡിവൈഡഡ് ബൈ എന്ത്? ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്. ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ. മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, മീറ്റർ സ്ക്വയർ, ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല. ഓക്കെ, കണക്കാക്കിയ BMI എന്ന് പറയുന്നത് 18-5 താഴെയാണെങ്കിൽ ആ വ്യക്തി അണ്ടർ നറിഷ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ആ വ്യക്തിക്ക് പോഷകാഹാരക്കുറവുണ്ട്. നമ്മുടെ BMI എന്ന് പറയുന്നത് BMI is less than 18.5 ആണെങ്കിൽ ആ വ്യക്തി എന്താണ്? പോഷകാഹാരക്കുറവുള്ള വ്യക്തിയാണ്. ഇനി BMI എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 25 ആണെങ്കിൽ ആ വ്യക്തിക്ക് ഓവർ വെയ്റ്റ് ആണ്. വണ്ണം എന്താ പറയുക, ഒബിസിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ എക്സസീവ് ന്യൂട്രീഷനാണ്. അദ്ദേഹത്തിൻ്റെ അൺഹെൽത്തി ലൈഫാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ BMI ക്രൈറ്റീരിയൻ ഗ്രോയിങ് ചിൽഡ്രന് പ്രയോഗിക്കരുത്. കാരണം കുട്ടികളുടെ ഹൈറ്റ് വെയിറ്റൊക്കെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്ത ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുള്ള 3 അഡൾട്ട് പേഴ്സൻ്റെ ഹൈറ്റ് വെയിറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശേഖരിക്കണം. ലെറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഫൈൻഡ് ഔട്ട് ദ വെയിറ്റ് ആൻഡ് ഹൈറ്റ് 3 അഡൾട്ട് പേഴ്സൺസ് ഓഫ് ഡിഫറെൻറ്റ് ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് സച്ച് ആസ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഡൊമസ്റ്റിക് സെർവൻസ്, ഓഫീസ് വർക്കേഴ്സ്, ബിസിനസ് പേഴ്സൺസ് എക്സെട്ര. എന്തിനു വേണ്ടിയിട്ടാണത്? ഇവിടെ എക്കണോമിക് ഇനീക്വാലിറ്റി ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ശേഖരിച്ച ഡാറ്റ ഒന്നിച്ച് ചേർത്തൊരു കമ്പൈൻഡ് ടേബിൾ ഉണ്ടാക്കണം. ഇത് ഡാറ്റ അനാലിസിസ് പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്താണ്? എന്നിട്ട് ഇവരുടെ BMI കാൽക്കുലേറ്റ് ചെയ്യുക. ശേഖരിച്ച ഹൈറ്റ് വെയിറ്റ് ഡാറ്റ ഉപയോഗിച്ച് ഓരോ വ്യക്തിയുടെയും BMI കണക്കാക്കണം. ഓക്കെ, ഡു യു ഫൈൻഡ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പേഴ്സൺ ആൻഡ് ഹിസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്? ഒരു പ്രധാന ചോദ്യമാണ്. അതായത് അവൻ്റെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അവൻ്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസിനെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പുവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പുവർ ഇൻകം ആണെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ, ഹയർ ഇൻകം ആണെങ്കിൽ ബെറ്റർ ന്യൂട്രീഷൻ. ഇതാണ് ലിങ്ക് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഹെൽത്ത്. ലിങ്ക് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത് ഹയർ ഇൻകം ആണെങ്കിൽ അതിനെ ന്യൂട്രീഷനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. നല്ല സാലറി ഉള്ളവർക്ക് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ ലോ ഇൻകം ആണെങ്കിലോ അവർക്ക് ലോ ഇൻകമാണ് ലോ ഫുഡ്, അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന പൈസയിൽ നിന്നുകൊണ്ടുള്ള ഭക്ഷണം മാത്രം വാങ്ങാനേ പറ്റുള്ളൂ. ഓക്കെ, ലിങ്ക് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഹെൽത്ത് നോക്കിയിട്ട് പോവുക. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഓരോ പോയിൻ്റായിട്ട്. ദെൻ നെക്സ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. CBSE എക്സാമിന് പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്? അതായത് വൺസ് ഇറ്റ് ഈസ് റിലീസ്ഡ് ദാറ്റ് ഈവൻ ത്രൂ ദി ലെവൽ ഓഫ് ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻകം പ്രധാനമാണെങ്കിലും ഇൻകം മാത്രമായിട്ടൊരു രാജ്യത്തിൻ്റെ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ അളക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനാഡിക്വേറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതിനാൽ ഇക്കണോമിസ്റ്റുകൾ മറ്റു കുറേ ക്രൈറ്റീരിയകൾ കൂടെ ആലോചിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? വികസനമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ. അതർ ക്രൈറ്റീരിയ ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, വളരെ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് എടുത്താൽ കമ്പാരിസൺ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് മാത്രം എടുക്കുക. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം മതിയെന്നാണ് എന്ത്? തീരുമാനം. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്ത്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ. ഹെൽത്തും എഡ്യൂക്കേഷനും
വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് എഡ്യൂക്കേഷൻ. ദെൻ ഹെൽത്ത്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ലൈഫ് എക്സ്പെക്റ്റൻസിയുമാണ്. എഡ്യൂക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് ലിറ്ററസി റേറ്റും എൻറോൾമെൻറ്റുമാണ്. ഡെവലപ്മെൻറ്റ് അളക്കാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഹെൽത്താണ്, എഡ്യൂക്കേഷനാണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ലൈഫ് എക്സ്പെക്റ്റൻസിയുമാണ്. എഡ്യൂക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ലിറ്ററസിയും എൻറോൾമെൻറ്റ് റേറ്റുമാണ്. ഓക്കെ, അടുത്ത കാലത്ത് ഇൻകം പ്ലസ് ഹെൽത്ത് പ്ലസ് എഡ്യൂക്കേഷൻ എന്നീ 3 ഘടകങ്ങൾ ഡെവലപ്മെൻറ്റ് മെഷറായിട്ട് വൈഡ്ലി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, UNDP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, UNDP യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നിങ്ങൾ നോക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിടുക. പ്രസിദ്ധീകരിക്കുന്ന UNDP ആണ് എന്ത് പ്രസിദ്ധീകരിക്കുന്നത്? UNDP പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? രാജ്യങ്ങളെ താരതമ്യം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം, വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ത്? വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. UNDP ഞാൻ നേരത്തെ ക്ലാസ്സിൽ ചെറിയൊരു തെറ്റ് പറഞ്ഞിരുന്നു, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന്. സോറി കേട്ടോ, ഇതിനകത്ത് വരുന്ന ഇൻഡെക്സ് ആണത്. UNDP ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. വേൾഡ് ബാങ്ക് ആണ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി HDR ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ HDR ഉപയോഗിക്കുന്ന, ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. HDR ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്: 1 എഡ്യൂക്കേഷൻ ലെവൽ, നെക്സ്റ്റ് 1 എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഹെൽത്ത് സ്റ്റാറ്റസ്, ദെൻ മൂന്നാമത്തേത് പെർ കാപ്പിറ്റ ഇൻകം PCI. ഇത് 3ഉമാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ 3 ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇനി ഇന്ത്യയും അയൽ രാജ്യങ്ങളും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 പ്രകാരം എങ്ങനെയാണെന്ന് നോക്കുന്നതാണ് താഴത്തെ ടേബിൾ. ഇതിനകത്ത് ശ്രീലങ്കയുണ്ട്, ഇന്ത്യയുണ്ട്, മ്യാൻമാർ ഉണ്ട്, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. പെർ കാപ്പിറ്റ ഇൻകം എന്ന് പറയുന്നത് $, ആവറേജ് ഇൻകം കമ്പാരിസൺ അല്ലേ? ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർ കാപ്പിറ്റ ഇൻകത്തിൽ $, ആരാണ് ഹയ്യർ ആയിട്ട് നിൽക്കുന്ന, ആർക്കാണ് കുറവ്, അങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യയുടെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുക. ഇതുപ്രകാരം നിങ്ങൾ തന്നെ ഒരു കമ്പാരിസൺ സ്റ്റഡി നോക്കുക കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റാങ്കിൽ ലോവർ റാങ്ക് നമ്പർ ഈസ് ഈക്വൽ ടു ബെറ്റർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ശ്രീലങ്കയിൽ 93, മച്ച് ബെറ്റർ ദാൻ ഇന്ത്യ അല്ലേ? ഇന്ത്യയെക്കാളും ഭയങ്കര ബെറ്ററാണ് ശ്രീലങ്ക. ഇന്ത്യക്ക് 93ആണ്. ശ്രീലങ്കയ്ക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം എന്താണ്? ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഹയർ ദാൻ ദി സം നൈബേഴ്സ്, ബട്ട് HDI റാങ്ക് ഈസ് പുവർ ബിക്കോസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വാട്ട് ഈസ് BMI, എക്സ്പാൻഡ് HDI, അതുപോലെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. പിന്നെ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ 2 റീസൺസ് ഫോർ ഇന്ത്യ ഹാസ് എ ഹയർ പെർ ക്യാപിറ്റ ഇൻകം ദാൻ ബംഗ്ലാദേശ് യെറ്റ് ഇറ്റ് ഈസ് HDI റാങ്ക് ഈസ് പുവർ. ഐഡൻറ്റിഫൈ 2 റീസൺസ് ഫോർ ദിസ്. ആൻഡ് സെക്കൻഡ് വൺ, സജസ്റ്റ് 2 മെഷേഴ്സ് ടു ഇംപ്രൂവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. Isn't it surprising that a small country in our neighborhood, അല്ലേ, ശ്രീലങ്ക ഈസ് മച്ച് ahead of India is every respect. അതായത് എന്താണ് പറയുന്നത്? അതായത് ചെറിയ രാജ്യമായിട്ടുള്ള നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്നത്, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്ക എന്ന ചെറിയ രാജ്യം വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യയെക്കാൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ മുന്നിലാണെന്ന് കാണുമ്പോൾ എന്താ നമുക്ക് തോന്നുക? ഭയങ്കര അത്ഭുതം തോന്നും ഇല്ലേ? ഇവിടെ പറയുന്ന ഈ എവരി റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ അറിയാമോ? ഇവിടെ പറയുന്ന ഈ എവരി റെസ്പെക്റ്റ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഹെൽത്ത്, ദെൻ എഡ്യൂക്കേഷൻ, പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി. ഈ 3 കൂട്ടം കാര്യങ്ങളാണ് കേട്ടോ. ലൈഫ് എക്സ്പെക്റ്റൻസി, ദെൻ സൈസ് ഓഫ് കൺട്രി എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനോട് ഈക്വൽ ആയിരിക്കില്ല. സൈസ് ഓഫ് കൺട്രി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റുമായിട്ട് തുല്യമായിട്ടിരിക്കില്ല എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ പറയുകയാണ് നേപ്പാളിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയുടെ പകുതി മാത്രമാണ്.
നേരത്തെ ടേബിളിൽ കണ്ടിരുന്നു, ടേബിൾ 1.6. അതായത് നേപ്പാളിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേർപകുതി മാത്രമാണെങ്കിലും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ലിറ്ററസി ലെവലുമൊക്കെ എന്താണ്, നേപ്പാൾ ഇന്ത്യയേക്കാൾ വളരെ പിന്നിലല്ല, അല്ലേ? വളരെ പിന്നിലൊന്നുമല്ല അവർ. അതായത് ഇൻകം കുറവാണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അവിടെ എന്താണ്, ബെറ്റർ ആകാമെന്നാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. മാത്രമല്ല മെനി ഇംപ്രൂവ്മെൻറ്റ് have been suggested in calculating HDI and many new components have been added to the Human Development Report. കാലക്രമേണ HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കുന്ന രീതിയിൽ പല ഇമ്പ്രൂവ്മെൻറ്റ്സും വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കോമ്പോണൻസ് ആണെന്ത്, ജെൻഡർ ഈക്വാലിറ്റി. പുതിയ കോമ്പോണൻസ് ജെൻഡർ ഈക്വാലിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, പോവർട്ടി ഇൻഡെക്സ്. ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ, ദെൻ നമ്മൾ പറയാണ് ഡെവലപ്മെൻറ്റ് എന്നതിന് മുൻപ് ഹ്യൂമൻ എന്ന വാക്ക് ചേർക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണത്? ഡെവലപ്മെൻറ്റിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചേർത്തു? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് ചേർത്തു. അതിൻ്റെ അർത്ഥം എന്താ? വികസനം എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് എന്തിനോട് തുല്യമാണ്? പീപ്പിൾസ് ഡെവലപ്മെൻറ്റ്, ആളുകളുടെ വികസനം, പീപ്പിൾസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി GDP അല്ല, ബിൽഡിംഗ് അല്ല, സിറ്റിസൺസിൻ്റെ ജീവിതമാണെന്ത് പ്രധാനം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളാണ്. വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈസ് പീപ്പിൾ, their health, their well-being, that is the most important. വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾ, അവരുടെ ഹെൽത്ത്, അവരുടെ വെൽബീയിങ്, ജീവിത നിലവാരം എന്നിവയാണ്. അതായത് വികസനം എന്നത് എന്താണ്? വികസനം എന്നത് പീപ്പിൾ സെൻറ്റേർഡ് ആണ്, പീപ്പിൾ സെൻറ്റേർഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഡു യു തിങ്ക് ദർ ആർ സർട്ടൈൻ അതർ ആസ്പെക്ട്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ മെഷറിങ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്? മറ്റു കുറേ കാര്യങ്ങൾ കൂടെ എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണതൊക്കെ? എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി, സേഫ്റ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നിവ കൂടി. അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം ഒഴികെ ബാക്കി നമ്മൾ പരിഗണിക്കുന്നതാണ് എൻവയോൺമെൻറ്റ്, സേഫ്റ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നിവയൊക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് സുസ്ഥിരമായിട്ടുള്ളൊരു വികസനം എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു കൺസിഡറേഷൻ, അതായത് നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ, നമ്മുടെ പ്രകൃതി, നമ്മളുടെ റിസോഴ്സൊക്കെ നമ്മൾ കണ്ടമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് തീർന്നു പോകും. അപ്പോൾ വരുന്ന ജനറേഷന് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വരുന്ന ജനറേഷൻ ഈ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവരൊരു വലിയ ക്രൈസിസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വരുന്ന ജനറേഷനെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഉള്ളതിന് എന്ത് ചെയ്യണം? മാക്സിമം വരുന്ന ജനറേഷനും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്നാണ് ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. whichever way we define development, suppose for the present that the particular country in a quiet development, we should certainly like this level of development go to the future. ഓക്കെ, നമുക്ക് നോക്കാം എന്താണത്. നാം ഡെവലപ്മെൻറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്താലും ഇപ്പോൾ ഒരു രാജ്യം ക്വയറ്റ് ഡെവലപ്ഡ് ആണ് എന്ന് കരുതാം. കൂടുതൽ ഉയരണം, ഈ ഡെവലപ്മെൻറ്റ് എന്നത് എന്താണ്? കൂടുതൽ ഉയരണം, അല്ലെങ്കിൽ കുറഞ്ഞത് ഫ്യൂച്ചർ ജനറേഷനുകൾക്ക് വേണ്ടിയിട്ട് നിലനിർത്തപ്പെടണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മുടെ വരുന്ന ജനറേഷന് കൂടെ ഈ റിസോഴ്സ് എന്ത് ചെയ്യണം? യൂസ്ഫുൾ ആകണം. ഇതാണ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. എന്താണ് ഇതിനെ വിളിക്കുന്നത്? വരുന്ന ആളുകൾക്കും കൂടി, വരുന്ന ജനറേഷനും കൂടി കാര്യങ്ങൾ വേണം. ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. ഓക്കെ, ദിസ് ഈസ് ഓബ്വിയസ്ലി ഡിസയറബിൾ. ഇതെല്ലാവർക്കും വളരെ ആഗ്രഹിക്കത്തക്ക ഒരു കാര്യമാണ്. എന്നാൽ 20th സെഞ്ച്വറിയുടെ 2ാം പകുതിയിൽ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ അല്ല. പകരം അതെന്താണ്? അത് ഓവർ യൂസ് ആണ്. ഒരു വസ്തുവിനെ നമ്മൾ ഉപയോഗിക്കുകയല്ല, അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗിച്ച് അതിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് നോ ഇൻഹെറിറ്റഡ് ദ വേൾഡ് ഫ്രം അവർ forefathers, we have borrowed it from our children. ഈ വാക്കുകൾ പറയുന്നത് ലോകം നമ്മുടേതല്ല, നമ്മളത് ഫ്യൂച്ചർ ജനറേഷനിൽ നിന്ന് കടം വാങ്ങിയതാണ്. മോറൽ റെസ്പോൺസിബിലിറ്റി ഇവിടെയുണ്ട്. നമുക്ക് വരുന്ന ജനറേഷനും കൂടെ നമ്മൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിൽ നമുക്ക് കിട്ടി, അത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും
ഗ്രൗണ്ട് വാട്ടർ ഗുരുതരമായിട്ടുള്ള ഓവർ യൂസിലാണ്. അതായത് ഇവിടെ സംഭവിക്കുന്ന എന്താണ്, അങ്ങനെ കൂടുതലായിട്ട് നമ്മളിനി ഒരു വേർഡ് പറയും, ദാറ്റ് ഈസ് നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീഷൻ. നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീഷൻ. എന്തുകൊണ്ടാണത്? ഓവർ യൂസ് കൊണ്ട് വന്നതാണ്. About 300 districts have reported a water level decline of over 4 meters during the past 20 years. അതായത് ലാസ്റ്റ് 20 ഇയേഴ്സ് വെച്ചിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നമ്മുടെ ഒരുവിധം, അതായത് ഓവർ വാട്ടേഴ്സൊക്കെ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 20 വർഷം, കഴിഞ്ഞ 20 വർഷം കൊണ്ട് 300 ഡിസ്ട്രിക്റ്റിൽ ഗ്രൗണ്ട് വാട്ടർ ലെവല് 4 മീറ്ററിലധികം താഴ്ന്നിട്ടുണ്ട്. ഇത് അലാമിങ് സിറ്റുവേഷനാണ്. അലാം നമ്മളെപ്പോഴാണ് വെക്കുക അല്ലേ? ഒരു മുന്നറിയിപ്പാണത്. ഇതൊരു മുന്നറിയിപ്പിംഗ് സിറ്റുവേഷനാണ്. നിയർലി 1/3 ഓഫ് ദ കൺട്രി ഈസ് ഓവർ യൂസിങ് ദെയർ ഗ്രൗണ്ട് വാട്ടർ റിസർവ്സ്. ഇന്ത്യയുടെ ഏകദേശം 1/3 ഭാഗം ഗ്രൗണ്ട് വാട്ടർ റിസർവ്സ് അധികമായിട്ട് സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അനദർ 25 years 60% ഓഫ് ദ കൺട്രി വുഡ് ബി ഡൂയിങ് ദ സെയിം ഇഫ് ദി പ്രസൻറ്റ് വേ ഓഫ് യൂസിങ് ദിസ് റിസോഴ്സ് കണ്ടിന്യൂ. ഇപ്പോഴത്തെ ഉപയോഗ രീതി തുടർന്നാൽ 25 വർഷത്തിനകം ഇന്ത്യയുടെ 60% ഭാഗം ഗ്രൗണ്ട് വാട്ടറും ഓവർ യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും. ദറ്റ് ഈസ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് ദി അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ പഞ്ചാബ്, വെസ്റ്റേൺ യു പി പോലുള്ള കൃഷിയിൽ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓവർ യൂസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് പറയാം ഗ്രീൻ റെവല്യൂഷൻ പ്ലസ് ട്യൂബ് വെൽസ് ആണ്. ഗ്രീൻ റെവല്യൂഷൻ നമ്മളിവിടെ ഇമേജ് കണ്ടില്ലേ? ഗ്രീൻ റെവല്യൂഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ട്യൂബ് വെൽ, കുഴൽക്കിണറുകളൊക്കെ അടിച്ചെടുക്കുകയും അതിനെ ഓവർ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഹാർഡ് റോക്ക് പ്ലേറ്റൂസ് ഏരിയാസ് ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ, സം കോസ്റ്റൽ ഏരിയാസ് ആർ ദി റാപ്പിഡ്ലി ഗ്രോവിങ് അർബൻ സെറ്റിൽമെൻറ്റ്. എന്താണ് പറയുന്നത്? ഓവർ യൂസ് കാണപ്പെടുന്ന മറ്റു പ്രദേശങ്ങളാണ് ഏതൊക്കെ? ഹാർഡ് റോക്ക് പ്ലേറ്റു ഏരിയ, കോസ്റ്റൽ ഏരിയ, ഫാസ്റ്റർ ഗ്രോവിങ് അർബൻ സെറ്റിൽമെൻറ്റ്, പട്ടണ പ്രദേശങ്ങളായിട്ട് വരുന്ന സ്ഥലങ്ങൾ. അർബനൈസേഷൻ്റെ ഇമ്പാക്റ്റാണ് ഇത് മുഴുവനുമായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. ഇനി വൈ ഗ്രൗണ്ട് വാട്ടർ ഈസ് ഓവർ യൂസ്ഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? ആൻസർ എന്തൊക്കെ വരും? ട്യൂബ് വെൽ ഇറിഗേഷൻ വരും, ഫ്രീ സബ്സിഡി ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്നതുകൊണ്ട് ലെസ് റെയിൻഫോള്, പിന്നെ അർബൻ വാട്ടർ ഡിമാൻഡ്, ലാക്ക് ഓഫ് റെഗുലേഷൻ, ഇതൊക്കെ എന്തായിട്ട് വരുന്നുണ്ട്? ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അവിടെ ക്യാൻ ദെയർ ബി ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് ഓവർ യൂസ്? പറ്റുമോ? ക്യാൻ ദെയർ ബി ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് ഓവർ യൂസ്? ഓവർ യൂസ് ഇല്ലാതെ ഡെവലപ്മെൻറ്റ് പറ്റും. യെസ് എന്ന് തന്നെയാണ്. ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായിട്ടുള്ളൊരു വികസനത്തിലൂടെ സാധിക്കും. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലേ, നമുക്ക് മഴ വെള്ളത്തെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് സംരക്ഷിക്കാനായിട്ട് പറ്റും. എഫിഷ്യൻറ്റ് ഇറിഗേഷൻ, പിന്നെ ഗ്രൗണ്ട് വാട്ടർ റെഗുലേഷൻ, റീയൂസ് ആൻഡ് കൺസർവേഷൻ, ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് അവിടെയും കുറച്ച് ഇമേജസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഗ്രൗണ്ട് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ 2 കാര്യമേ പഠിക്കാനുള്ളൂ. അതിലെന്തൊക്കെയാണത്? റിസോഴ്സാണ്. റിസോഴ്സിൽ നമ്മൾ പഠിക്കുന്നു റിന്യൂവബിൾ ആൻഡ് റിസോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഓക്കെ, ഇത് പഠിച്ചേക്കാം. എന്താണ് റിന്യൂവബിളും നോൺ റിന്യൂവബിളും? ഗ്രൗണ്ട് വാട്ടർ എന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സാണ് എന്നിവിടെ പറയുന്നു. എന്താണത്? പുനരുത്പാദിപ്പിക്കാവുന്ന വിഭവമാണ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് തന്നെ അതിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? പുനഃസൃഷ്ടിക്കാനായിട്ട് കഴിയും. ദീസ് റിസോഴ്സസ് ആർ റീപ്ലെനിഷ്ഡ് ബൈ നേച്ചർ ആസ് ഇൻ ദി കേസ് ഓഫ് എ ക്രോപ്പ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ എഴുതി വെച്ചോളൂ, ഇത്തരം വിഭവങ്ങൾ നേച്ചർ സ്വയം എന്ത് ചെയ്യുന്നു? റീപ്ലെനിഷ് ചെയ്യുന്നു. വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് വരിക? റിന്യൂവബിൾ റിസോഴ്സ്, ദ റിസോഴ്സ് ആർ റീപ്ലെനിഷ്ഡ് ബൈ നേച്ചർ ആസ് ഇൻ ദി കേസ് ഓഫ് ക്രോപ്സ് ആൻഡ് പ്ലാന്റ്സ്. അതെ, ഇത്തരം വിഭവങ്ങൾ നേച്ചർ സ്വയം റീപ്ലെനിഷ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ക്രോപ്പ്, പ്ലാന്റ്, ഗ്രൗണ്ട് വാട്ടർ, റെയിൻഫോൾ വഴിയാണ് കേട്ടോ.
ഹവർ ഈവൻ ദീസ് റിസോഴ്സസ് മേ ബി ഓവർ യൂസ്ഡ്. റിന്യൂവബിൾ ആണെങ്കിലും ഈ വിഭവങ്ങൾ എന്തിന് സാധ്യതയുണ്ട്? ഓവർ യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റെയിൻഫോൾ വഴി എന്ത് ചെയ്യും? വീണ്ടും അത് റീസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ റീചാർജ് ചെയ്യപ്പെടുന്ന അളവിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചാൽ ഓവർ യൂസ് സംഭവിക്കുമെങ്കിലും അത് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലെനിഷ് ചെയ്യുന്നുണ്ട്. ദെൻ അൺസസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ പറ്റി പറയുകയാണ്. ഇപ്പോഴത്തെ സെൻറ്റൻസ് നോക്കിക്കോളൂ. എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആർ ദോസ് വിച്ച് വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് യൂസ്. അതായത് വർഷങ്ങളോളം ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും തീർന്നു പോകുന്ന വിഭവങ്ങളാണെന്ത്? നോൺ റിന്യൂവബിൾ റിസോഴ്സ്. ഇത് റീപ്ലെനിഷ് ചെയ്യാനായിട്ട് ഒരുപാട് വർഷങ്ങളെടുക്കും. ഉദാഹരണത്തിന് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. വി ഹാവ് എ ഫിക്സഡ് സ്റ്റോക്ക് ഓൺ എർത്ത് വിച്ച് ക്യാൻ നോട്ട് ബി റീപ്ലെനിഷ്ഡ്. ഭൂമിയിൽ ഇത്തരം വിഭവങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. നേച്ചർ വീണ്ടും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ മുൻപ് അറിയപ്പെടാത്ത പുതിയ ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യാം? ഡിസ്കവർ ചെയ്യപ്പെടാൻ പറ്റും. ദിസ് ഹാപ്പൻസ് ത്രൂ എക്സ്പ്ലോറേഷൻ. ഇത് എക്സ്പ്ലോറേഷനിലൂടെ മാത്രമേ പറ്റുള്ളൂ. ന്യൂ റിസോഴ്സസ് ഇൻ ദിസ് വേ ആഡഡ് ടു ദ സ്റ്റോക്ക്. ഇങ്ങനെ കണ്ടെത്തുന്ന പുതിയ റിസോഴ്സസ് ആകെ സ്റ്റോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനേ പറ്റത്തുള്ളൂ. എന്നാലും കാലക്രമേണ ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സ് തീരും. അൺലിമിറ്റഡ് എക്സോഷൻ ഈസ് ഇൻവിക്റ്റബിൾ. ഓക്കെ, ഇൻവിക്റ്റബിൾ. ദെൻ ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സാണ്. പുതിയ ഓയിൽ ഫീൽഡ് കണ്ടെത്തിയാലും അവയും ഒരു ദിവസം തീരും. ദെൻ ലോങ് ടേം ഡെവലപ്മെൻറ്റിലേക്ക് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ റിലയബിൾ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എക്സാമ്പിൾ 2 നിങ്ങൾ നോക്കുക. എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ടേബിളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ടേബിൾ ഗീവ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് റിസർവ്സ് ഓഫ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിൻ്റെ റിസർവ്സിനെയാണ് മിഡിൽ ഈസ്റ്റ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലെ, വേൾഡ്. അതായത് ടേബിളിലെ ആദ്യ കോളം വ്യത്യസ്ത പ്രദേശങ്ങളിലെ ക്രൂഡ് ഓയിൽ റിസർവിനെയാണ് കാണിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓൾസോ ടെൽസ് us for how many years the stock of crude oil will last if people continue to extract it at the present life. ഇത് കൂടുതൽ പ്രധാനമാണ്. ഇപ്പോഴത്തെ എക്സ്ട്രാക്ഷൻ റേറ്റ് തുടർന്നാൽ ക്രൂഡ് ഓയിൽ എത്ര വർഷം നിലനിൽക്കുമെന്ന് ഈ ടേബിളിൽ വ്യക്തമാക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ക്രൂഡ് ഓയിൽ റിസർവ് ഇപ്പോഴത്തെ ഉപയോഗം തുടരുകയാണെങ്കിൽ 43 വർഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഗ്ലോബൽ എനർജി ക്രൈസിസിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഇതിനെ ഗ്ലോബൽ എനർജി ക്രൈസിസ്. However, different countries face different situations. എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അവസ്ഥയല്ല. റിസോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ഓയിൽ റിസർവ് കുറവായതിനാൽ ഇമ്പോർട്ടഡ് ഓയിലിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ട് നമ്മൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നൊരു കാര്യം ഇന്ത്യയിലുണ്ട്. ദെൻ ഓയിൽ പ്രൈസ് ഉയർന്നാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും, ഇൻഫ്ലേഷനും ഉണ്ടാകും. ഇത് കോമൺ പീപ്പിളിന് വലിയ ബേർഡൻ ആയിട്ടാണ് വരിക. USA പോലുള്ള രാജ്യങ്ങളിൽ ഓയിൽ റിസർവ് കുറവായതിനാൽ ഓയിൽ സപ്ലൈ സെക്യൂർ ചെയ്യാനായിട്ട് ഇക്കണോമിക് പവർ, മിലിറ്ററി പവറൊക്കെ അവർ ഉപയോഗിക്കുന്നത്. ഷോസ് റിസോഴ്സ് പൊളിറ്റിക്സ്. ഓക്കെ, ഇനി സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന ആശയം ഡെവലപ്മെൻറ്റിൻ്റെ നേച്ചർ ആൻഡ് പ്രോസസ്സിനെ കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ലോങ് ടേം, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, ദെൻ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദെൻ കോൺസിക്വൻസസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കോൺസിക്വൻസസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എന്താണ്? അതായത് നമ്മൾ എൻവയോൺമെൻറ്റിന് ഇത്രയധികം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ കോൺസിക്വൻസസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഡു നോട്ട് റെസ്പെക്ട് നാഷണൽ ഓർ സ്റ്റേറ്റ് ബൗണ്ടറീസ്. പരിസ്ഥിതി നാശം ഒരു രാജ്യം, ഒരു സംസ്ഥാനം എന്ന അതിരുകളിൽ ഒതുങ്ങുന്നില്ല. പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള പ്രശ്നങ്ങൾ ഗ്ലോബൽ പ്രോബ്ലംസ് ആണ്. ഒരിടത്ത് സംഭവിക്കുന്നത് എന്ത് ചെയ്യും? ഗ്രാജുവലി മറ്റൊരു സ്ഥലത്തെയും ബാധിക്കും. അവർ ഫ്യൂച്ചർ ഈസ് ലിങ്ക്ഡ് ടുഗദർ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്യൂച്ചർ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരാളുടെ പ്രവർത്തനം മറ്റുള്ളവരുടെ ഭാവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് കമ്പാരറ്റീവ്ലി എ ന്യൂ ഏരിയ ഓഫ് നോളജ്. പുതുതായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ഇതൊരേ വിഷയമല്ല. സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ആൻഡ് റിസോഴ്സസ് ആണ്. എക്കണോമിസ്റ്റ് ഗ്രോത്ത് ഇൻകമാണ്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് സൊസൈറ്റിയും ഇക്വിറ്റിയുമാണ്. എല്ലാവരും ചേർന്നിട്ട് പഠിപ്പിക്കുന്നതാണ് എന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇൻ ജനറൽ, ദ ക്വസ്റ്റ്യൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓർ പ്രോഗ്രസ്
ഇറ്റ്സ് എ എന്താണ്? ഇറ്റ്സ് എ പെരിനിയൽ. എന്താണ്? എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണോ? ഓരോ കാലഘട്ടത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ചർച്ചയുണ്ടാകും. പിന്നെന്താണ്? ഇൻഡിവിജ്വലായി മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റിയായി നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എന്താണ്? നമ്മൾ എവിടെ എത്തണം, നമ്മുടെ ഗോൾസ് എന്താണ്? അതിനാൽ ഡെവലപ്മെൻറ്റ് ഡിബേറ്റ് ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡൈനാമിക് കൺസെപ്റ്റ്. ഓർത്ത് വയ്ക്കുക, ഡെവലപ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് കൺസെപ്റ്റ്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടുമാണ് മസ്റ്റായിട്ട് കാണുക. ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ CBSE എക്സാമിന് ഉണ്ടാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.